ഇന്ന് വിളവെടുത്ത 2 പാവയ്ക്ക കേട്ടോ. അത് പറിച്ചെടുക്കണ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റും. ഇനി നമ്മളിതിൽ പഴുത്തതിൻ്റെ കുരു എടുത്ത് നമ്മൾ ഉണക്കി വയ്ക്കും, വിത്താക്കാം. പിന്നെ 2 വരിഞ്ഞ് നമ്മൾ ഉണക്കിയെടുക്കും, കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വിശദമായിട്ട് ഞാൻ ഇടാം. അപ്പോൾ ഇന്ന് വിളവെടുക്കണ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ കാണാം. പാവയ്ക്ക നെടുക കീറി അതിൻ്റെ കുരു എടുക്കുകയാണ്. ഈ കുരു എടുത്ത് കഴിയുമ്പോൾ കണ്ടോ, ആ പൾപ്പ് കണ്ടോ, നല്ല കടും ചുവപ്പ് കാണും. ആ ചുവന്ന നിറമുള്ള പൾപ്പിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ കുരു ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കിട്ടിയ കുരു ഒന്ന് കഴുകിയെടുക്കണം. ആ ചുവന്ന പൾപ്പ് മാറ്റി കളയാൻ പാകത്തിന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം നമുക്ക് കുരു സൂക്ഷിക്കാൻ. ഇനി നമുക്കിത് ഒന്ന് ഉണക്കി വിത്തായിട്ട് സൂക്ഷിക്കണം. അതിന് ആദ്യം നമ്മൾ കുറച്ച് ചാരത്തിൽ മുക്കിയെടുക്കും. അത് കഴിഞ്ഞ് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതൊരു തുണിയിൽ കെട്ടി പൊതിഞ്ഞ് നമ്മുടെ വിറകടുപ്പിൻ്റെ മുകളിൽ പുകയുള്ളിടത്ത് നമ്മൾ കെട്ടി തൂക്കിയിടും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആവശ്യമുള്ള സമയത്ത്, നടേണ്ട സമയത്ത് അതെടുത്ത് കുതിർത്തി ഒരു മുളപ്പിച്ച് നടും. ബാക്കി പാവയ്ക്ക നമ്മളിങ്ങനെ കുറുകെ വട്ടത്തിലരിഞ്ഞ് നമ്മളിനി ഉണക്കിയാൻ വയ്ക്കാൻ പോകണം. ആദ്യം കുറച്ച് ഉപ്പിടും. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾ, പിന്നെ കുറച്ച് മുളക് പൊടി, ഇത്രയിട്ട് തിരുമ്മി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. ഒരു വാടിയ അവസ്ഥയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വറുത്തെടുക്കുമ്പോൾ ഒരു മിനുസൊക്കെ ഉണ്ടാവും. അതായത് ഒരു മൃദുലായിരിക്കും സാധനം. അല്ല, ഇനി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ വറുക്കുന്നതെങ്കിൽ അത് കടുകടുന്നിരിക്കും, നല്ല ക്രിസ്പി ആയിരിക്കും. ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കണ്ട. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടാം. അങ്ങനെ ഈ ചാനലിൻ്റെ ഗ്രോത്തിന് സഹായിക്കാൻ കഴിയും നിങ്ങൾക്ക്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പൂന്തോട്ടങ്ങളിലും അതുപോലെ വഴിയരികിലും പറമ്പുകളിലൊക്കെയുള്ള ചെടികളെയും പൂക്കളെയും അതുപോലെ തന്നെ എന്തെങ്കിലും ഫലവൃക്ഷങ്ങളെയും മറ്റ് കൃഷികളെയും ഒക്കെ പറ്റിയുള്ള വീഡിയോകളാണ് ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്.